മണി ക്യാൻ ബൈ ഹാപ്പിനെസ് ആൻഡ് മണി കാൺ ബൈ ഹാപ്പിനെസ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിനും വളരെ കൃത്യമായിട്ടുള്ള അർത്ഥങ്ങളുമുണ്ട്, അതിന്റെ പെർസ്പെക്റ്റീവ്സുമുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് അഡ്രസ് ചെയ്യുന്നുണ്ട്. രണ്ട് ആൾക്കാരുടെ അവരുടേതായ വേർഷൻസ്, രണ്ട് പെർസ്പെക്റ്റീവിലുള്ളത്. എങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ എങ്ങനെയാണ് ഞാൻ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇത് ഏതൊക്കെ കാറ്റഗറി ആൾക്കാർക്കാണ്, ആ കാറ്റഗറി എന്തിന്റെ ബേസിസിലാണ് എന്നുള്ളതാണ്. തോമസ് മാസ്ലോ എന്ന് പറയുന്ന ഒരു റിസർച്ചർ ഹ്യൂമൻ നീഡ്സിനെ ബേസ് ചെയ്ത് നടത്തിയൊരു റിസർച്ച് പ്രകാരം 5 കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ മൈൻഡ് സെറ്റ്. ഒന്ന്, സൈക്കോളജിക്കൽ നീഡ്സ്. സൈക്കോളജിക്കൽ നീഡ്സ് ഫുഡ്, ഷെൽട്ടർ, സെക്സ്, അവരുടെ ബേസിക് നീഡ്സിനെ ഫുൾഫിൽ ചെയ്യാനാണ് അവരുടെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് മണി കാൺ ബൈ ഹാപ്പിനെസ് സ്യൂട്ടബിൾ ആകില്ല. അവരുടെ എല്ലാ നീഡ്സും ഫുൾഫിൽ ചെയ്യാനാണെങ്കിൽ അവർക്ക് മണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്, സെക്യൂരിറ്റി. അതുപോലെ തന്നെ അവരുടെ ഫാമിലി, എല്ലാ ആൾക്കാരുമായിട്ട് വളരെ കൃത്യമായിട്ട് അവർക്ക് എല്ലാത്തിനെ ഒരു കൺസേൺ ഉണ്ടായിരിക്കും. അവർക്ക് അവരുടെ പല പല ആശങ്കകൾ അവർ കൃത്യമായിട്ടുള്ള സൊല്യൂഷനുകളിലൂടെയാണ് അവർ ഫൈൻഡ് ചെയ്യുന്നത്. അവർക്കും മണി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അവർക്കും മണി കാൺ ബൈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ആകില്ല. മൂന്നാമതായിട്ട്, സോഷ്യൽ ലൈഫ്. സോഷ്യലായിട്ട്, ഫാമിലിയായിട്ട്, ഫ്രണ്ട്സായിട്ട് ഒരുപാട് കമ്മ്യൂണിറ്റികളിൽ സൊസൈറ്റിക്ക് സഹായം ചെയ്യുന്നതിന്, സന്തോഷം കണ്ടെത്തുന്നതിന് ഉപകാരമായിട്ട് ചെയ്യുന്ന പല പല മെന്റാലിറ്റിയിലുള്ള ആൾക്കാർ, ഇവരെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് സോഷ്യൽ. ഈ ഒരു മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർക്കും മണി കാൻ ബൈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒട്ടും സ്യൂട്ടബിൾ ആയി. കാരണം ഇവർക്ക് എല്ലാ നീഡ്സും ഫുൾഫിൽ ചെയ്യണമെങ്കിൽ മണി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ നാലാമത്, സെൽഫ് എസ്റ്റീമിനെ ഫോക്കസ് ചെയ്തിട്ടില്ല. അവർക്ക് അവരുടേതായ ഗോൾസ് ഉണ്ട്, അവർക്ക് അവരുടേതായ പർപ്പസുകൾ, അവർക്ക് ക്ലാരിറ്റി ഉണ്ട്, അവർക്ക് റെക്കഗ്നേഷനിൽ അവർ ഫോക്കസ് ചെയ്യുന്നു. അവരുടെ ബിസിനസ്സുകളും അവരുടെ പ്രൊഫഷനും അവർക്ക് പുതിയ പുതിയ മേഖലകളിലേക്ക് എത്തിക്കേണ്ടതിന് അവർ പരിശ്രമിക്കുന്ന ടൈപ്പ് ആൾക്കാർ. ഇവർക്കും മണി കാൻ ബൈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് വർക്കൗട്ട് ആവില്ല. ഇനി അഞ്ചാമതായിട്ടുള്ള കാറ്റഗറി, സെൽഫ് ആക്ച്വലൈസേഷൻ. അവരവരെ തിരിച്ചറിഞ്ഞ് അവരുടെ പർപ്പസ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയതാണ്. അവരേത് സാഹചര്യത്തുമായിട്ട് ഒത്തിണങ്ങി പൊരുത്തപ്പെട്ടു പോകുന്നതിന് അവർക്ക് വളരെയധികം കൃത്യതയുണ്ട്. അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്ക് വളരെ കൃത്യമായി അറിയുകയും ചെയ്യും. ഇവരിൽ 99% മണി കാൺഡ് ബൈ ഹാപ്പിനെസ്. കാരണം അവർക്ക് പ്രത്യേകിച്ച് നിബന്ധനകളോ നിർദ്ദേശങ്ങളോ ഒന്നും തന്നെയില്ല. അവരുടെ സന്തോഷങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. സോ അവിടെയും ഒരു 1% ഒരു ക്ലാരിറ്റി കുറവ് ഉണ്ട്. എങ്കിലും മജോറിറ്റി ഓഫ് ഹ്യൂമൻസ് ഇന്നത്തെ ഒരു സിനാരിയോയിൽ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആസ് എ ഫൈനാൻഷ്യൽ അഡ്വൈസർ, എൻ്റെ ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാ മനുഷ്യർക്കും ഫൈനാൻഷ്യൽ ലിറ്ററസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മുടെ പ്രൈം ടൈമിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അറിയുകയും അതിന് വേണ്ട കാര്യങ്ങൾ, നമ്മളുടെ അറിവുകൾ എവിടെയാണ് കുറവെന്ന് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ അറിവ് ആർജിച്ച് വളരെ നല്ല സന്തോഷമുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ പ്ലാൻ വെൽ ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ.